ഹായ് വെൽക്കം ടു മൈ ചാനൽ. നമുക്കൊരു ഈസി പീസി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? ഇതൊരു അടിപൊളി കേക്കാണ്. ഇതിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നില്ല, പകരം ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. 1.5 കപ്പ് മൈദയും 3/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ഒന്ന് അരച്ചെടുക്കുക. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ബൗൾ എടുത്ത് 2 എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസും 3/4 കപ്പ് ബട്ടർ മിൽക്കും ആഡ് ചെയ്തൊന്ന് ബീറ്റ് ചെയ്യുക. 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1.5 കപ്പ് ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയും കൊക്കോ പൗഡറും ഇട്ട് ഇളക്കി ചേർക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ വിനെഗറിൽ ആഡ് ചെയ്ത് ട്രേയിലോട്ട് മാറ്റുക. പ്രീഹീറ്റ് ചെയ്ത കുക്കറിലോട്ട് വെക്കുക. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ്ങിലോട്ട് പോവാം. അതിനായി 250 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു ബൗൾ എടുത്ത് 300 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും 200 ഗ്രാം ക്രീം ചീസും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നേരത്തെ മെൽറ്റ് ചെയ്തിട്ടുള്ള കൂളായിട്ടുള്ള ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി വേണം, ഇതിലോട്ട് വരണം. അതിനുശേഷം നമ്മൾ ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് തരും ഇതിന് ഈ ഒരു കൊക്കോ പൗഡർ വരുമ്പോൾ. പിന്നെ ഒരു 1/2 കപ്പ് ഷുഗറും ഐസിങ് ഷുഗറും നമ്മൾ ചേർക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. 45 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ബേക്ക് ആയി വന്നിട്ടുണ്ട്, നന്നായി പൊന്തിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഫ്രോസ്റ്റിംഗ് ആണ്. 3 മുറിച്ച് നമ്മളെ ക്രീം കേക്കിലോട്ട് നമ്മൾ കൊടുക്കുകയാണ്. നല്ല സിൽക്കി ആയിട്ടുള്ള ക്രീമാണ്, ഭയങ്കര ടേസ്റ്റാണ് ഈ ക്രീം. നമ്മൾ ഓരോ ലെയറിലോട്ടും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണിത്. നല്ല യമ്മി ആയിട്ടുള്ള കേക്കാണിത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാൻ പറ്റും. നാളത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. പക്ഷേ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അരമണിക്കൂർ മുന്നേ നമ്മളിത് എടുത്ത് വെക്കണം. എന്നാലേ നമുക്ക് ഇതൊരു ക്രീമി ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ടെക്സ്ചറിൽ നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും എൻ്റെ ഈ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്ക് തരണേ. ഇനി അടുത്തത് ഏത് റെസിപ്പിയാണ് വേണ്ടതെന്ന് കമൻറ്റ്